أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنكحوا الأيام منكم والصالحين من عبادكم وإمائكم يكونوا فقراء يغنيهم الله من فضله والله واسع عليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ, പരമദയാലുവായ പഠിച്ച തമ്പുരാന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തഖികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. സർവശക്തനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. എന്തിനാണ് ഇസ്ലാം വിവാഹം പുണ്യകരമായ ഒരു പ്രവർത്തനമായി നിശ്ചയിച്ചിരിക്കുന്നത് എന്നും വിവാഹം കൊണ്ട് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്നും കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, വിവാഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നോടിയായി നടക്കേണ്ടുന്ന ചില സംഗതികളുണ്ട്. രണ്ടു തരം വിവാഹങ്ങളാണ് പൊതുവെ ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ കണ്ടുവരുന്നത്. ഒന്ന് അനിസ്ലാമികമായ വിവാഹമാണ്, രണ്ടാമത്തേതാണ് ഇസ്ലാമികമായിട്ടുള്ള വിവാഹം. അതിൽ അനിസ്ലാമികമായ വിവാഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഒരു തരം പ്രേമവിവാഹമാണ്. പ്രേമവിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. എന്നാൽ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെയോ ഇഷ്ടപ്പെടുന്ന യുവാവിനെയോ വിവാഹം കഴിക്കുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഇന്ന് കാണുന്ന, സമൂഹത്തിൽ കാണുന്ന പ്രേമവിവാഹം അതിൽ ഒരുപാട് പരിധികൾ വിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാം ഹറാമാക്കിയിരിക്കുന്ന ഒട്ടനവധി സംഗതികൾ ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രേമവിവാഹങ്ങളിലുണ്ട്. അതേ വിവാഹത്തിന് മുമ്പ് തന്നെ ഈ രണ്ടാളുകൾ, കമിതാക്കൾ എന്ന് വേണമെങ്കിൽ അവരെ കുറിച്ച് പറയാം, അവർ പരസ്പരം ഒരുമിച്ച് കൂടുകയും അവർ പരസ്പരം രണ്ടാളുകൾ മാത്രം ബൈക്കിൽ യാത്ര ചെയ്യുകയും അവർ ടൂർ പോവുകയും അതും അതിനപ്പുറമായ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനുശേഷം വിവാഹം നിശ്ചയിക്കുന്ന ഒരു സംഗതി. അവിടെ ഒരുപാട് ഹറാമുകൾ, അള്ളാഹു അവന്റെ പ്രവാചകൻ വിലക്കിയിരിക്കുന്ന ഒരുപാട് നിഷിദ്ധങ്ങളായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വിവാഹം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയത്, ഹറാമാക്കിയിരിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാർ, സഹോദരികൾ, പ്രത്യേകിച്ചും വിവാഹം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന യുവതി യുവാക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇത്തരം വിവാഹങ്ങളിൽ തങ്ങളെ പോറ്റി വളർത്തിയിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു റോളുമില്ല. അത് പലപ്പോഴും ഈ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല, ആൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. അവരുടെ ജീവന് തുല്യം സ്നേഹിച്ച അവരുടെ ഉമ്മയുടെയോ അവർക്ക് വേണ്ടി ജീവിച്ച ഉപ്പയുടെയോ കണ്ണീരിന് ലെവലേശം വില നൽകാതെയാണ് ഇത്തരം വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹങ്ങൾ ഇസ്ലാമികമായി അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇസ്ലാം അംഗീകരിക്കുന്ന വിവാഹമുണ്ട്. അത് നമ്മൾ പരമ്പരാഗതമായി നമ്മുടെ മാതാപിതാക്കളും കാരണവന്മാരും
രണ്ട് കുടുംബങ്ങളും വളരെ സൗഹാർദ്ദത്തിൽ കണ്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ച് തീരുമാനിക്കുന്ന വിവാഹം. ഈ വിവാഹമാണ് ഇസ്ലാം അംഗീകരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെയും വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരു വിവാഹത്തിന്റെ മുന്നോടിയായി ഒരു പുരുഷൻ, വിവാഹിതനാകുന്ന ചെറുക്കൻ, അവൻ പെണ്ണിനെ പോയി കാണേണ്ടതുണ്ട്. മഹാനായ മുഅ്വിദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, ഖതബ്തു ഇംറഅതൻ, ഞാൻ ഒരിക്കൽ ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു. ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഹൽ നദർത ഇലൈഹ, നീ ആ പെണ്ണിനെ പോയി കണ്ടിട്ടുണ്ടോ? ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കണ്ടിട്ടൊന്നുമില്ല നബിയെ. ഖാല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൻദു ഇലൈഹ, നീ വിവാഹം താല്പര്യപ്പെടുന്ന ആ പെണ്ണിനെ നീ പോയി കാണണം. ഇത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഫൻദു ഇലൈഹ, നീ അവളെ കാണണം, നീ അവളെ നോക്കണം. ഫഇന്നഹു അഹ്റാ അൻ യുതിമ ബൈനകുമാ, നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ സ്നേഹബന്ധം രൂഢമൂലമാകുവാൻ കാണുക എന്നുള്ള ഒരു സംഗതി സുന്നത്തായി ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പുരുഷൻ, വിവാഹം കഴിക്കുന്ന പുരുഷൻ ആരെയാണോ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് കല്യാണം കഴിക്കേണ്ടത്. അവിടെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതികളോട് സൂചിപ്പിക്കുകയാണ്. നമ്മളൊരു ചെറുക്കൻ വിവാഹം അന്വേഷിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെണ്ണിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂട്ടുകാരൊക്കെ പാടെ കൂട്ടിയിട്ട് നമ്മൾ പോകാൻ പാടില്ല. അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോ ഈ യഥാർത്ഥ വരനേക്കാൾ സൗന്ദര്യമുള്ള ആളായിരിക്കും ചിലപ്പോൾ ഒപ്പം വരുന്ന തന്റെ കൂട്ടുകാരൻ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ വിവാഹം മുടങ്ങാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, മറ്റു സുഹൃത്തുക്കൾക്ക് ഇവിടെ ഒരു റോൾ ഇല്ല. നമ്മൾ കൃത്യമായി മനസ്സിലായി. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും പോകുമല്ലോ, പെണ്ണ് കാണാൻ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോകുന്നുണ്ടോ, നമുക്ക് അവിടെ ഒരു പരിധിയുണ്ട്. അവിടെ ചെറുക്കനാണ്, വിവാഹിതനാകുന്ന ആളാണ് കാണേണ്ടത്. അവന് ഇസ്ലാമികമായി കാണാൻ പറ്റാവുന്ന ഒരു സ്ത്രീയെ നോക്കാൻ അള്ളാഹും അവന്റെ പ്രവാചകനും അനുവദിച്ചൊരു സമയമാണ്. ആ പെണ്ണിൽ നിന്നും കാണാൻ പറ്റാവുന്ന കാര്യങ്ങൾ നോക്കി കണ്ട് തനിക്ക് ഇണയായി പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് പെണ്ണിന് തിരിച്ചു നോക്കാം. ഇസ്ലാം അനുവദിച്ച രംഗാണ്. ആണ് മാത്രം നോക്കല്ല, പെണ്ണിന് ഇങ്ങോട്ടും നോക്കാം. വിവാഹിതയാകുന്ന പെൺകുട്ടിക്ക് ആലോചിക്കാം, എന്നെ കാണാൻ വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ എനിക്ക് യോജിച്ചതാണോ, എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് നോക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ഈ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായി. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഇല്ലാത്ത ചില എന്താ പറയാ അനാചാരങ്ങളും സാമ്പത്തികമായ ബാധ്യതകളും വരുന്ന ചില സംഗതികളുണ്ട്. കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മിഠായി കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ലാഘവത്വത്തോടുകൂടി പറയാൻ പറ്റുമെങ്കിലും ഇന്ന് മിഠായി അല്ല കൊടുക്കുന്നത്, മിഠായിന്റെ ഭരണിയല്ല, മിഠായിയുടെ ഒരു കട തന്നെയാണ് നമ്മൾ ആളുകൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. എന്നാൽ 1000, 10,000 അതിനപ്പുറമുള്ള സംഖ്യ വിവാഹം ഇഷ്ടപ്പെട്ടിരിക്കുന്ന പെൺകുട്ടിക്ക് പോയി കൊടുക്കുക. ചില സന്ദർഭങ്ങളിലൊക്കെ സ്വർണം കൊണ്ടുപോയി കെട്ടാറുണ്ട്, വള കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിച്ചതിനൊക്കെ കൊടുക്കും. യാദൃശികമായിട്ടെന്നാലും ആ വിവാഹം പിന്നീട് മുടങ്ങിപ്പോയ, കല്യാണം ആയിട്ടില്ലല്ലോ, കല്യാണം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സംഗതി ഒരു ദാനമായി നൽകിയതാണെങ്കിൽ തിരിച്ചു ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാ. ദാനമായിട്ടാണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമ്മൾ തിരിച്ചു വാങ്ങാൻ പാടില്ല, ഒരു സാധനം തിരിച്ചു വാങ്ങാൻ പാടില്ല, തിരിച്ചു ചോദിക്കാനും പാടില്ല. ഇത് നമ്മൾ കടം കൊടുത്തതാണോ? കടം കൊടുത്തതുമല്ല. അപ്പൊ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു സമ്പ്രദായം, നമ്മളൊരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടി നമ്മൾ നിക്കാഹിന്റെ മുമ്പ് സ്വർണം പോലുള്ള വില കൂടിയ വസ്തുക്കൾ കൊടുക്കേണ്ടതില്ല. ചില ആളുകൾ മൊബൈൽ കൊടുക്കും, 1 ലക്ഷവും അതിനപ്പുറമുള്ളൊക്കെ സാധനങ്ങൾ കൊടുക്കും. അത് അങ്ങനെ കൊടുക്കുന്നത് അത്ര ഭൂഷണമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതി ഞാൻ സൂചിപ്പിച്ചു, പുരുഷൻ പെണ്ണ് കാണാനാണല്ലോ സാധാരണ ചടങ്ങിന് തന്നെ പറയുന്നത്, ആള് കാണുമെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ പെൺകുട്ടിക്ക് സ്ഥാനമുണ്ട്. ഒരു പെൺകുട്ടിക്ക് തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വരനെ കൊണ്ട് കല്യാണം കഴിക്കാൻ ഒരു രക്ഷിതാവിനും അധികാരമില്ല. അതൊക്കെ ഇവിടെ മനസ്സിലാക്കാം. ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിന്, ബാപ്പയായ ഞങ്ങൾക്കും ഉമ്മാക്കും ആങ്ങളമാർക്കും അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടതാണ്, അനക്കെന്താണ് സമ്മതിച്ചൂടെ എന്ന് ഒരു പെൺകുട്ടിയോട് പറഞ്ഞ് നിർബന്ധിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. പെൺകുട്ടികളുടെ ഇഷ്ടം
ആ വിവാഹിതയാകുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ആ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്ത വിവാഹങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ മഹാനായ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, അല്ല റസൂലേ, ഒരു പെൺകുട്ടി ഇപ്പോ ഒരു പുതിയാപ്ല വന്ന് കണ്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി മറുപടി പറയാണ്, ഖാലു യാ റസൂലല്ലാഹ് കൈഫ ഇദ്ലുഹാ. അല്ല റസൂലേ, എങ്ങനെയാണ് ഒരു പെൺകുട്ടി ആ വന്നിരിക്കുന്ന തന്റെ വരനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് എങ്ങനെ പറയും? റസൂൽ പറഞ്ഞു, ഖാലു ഖാല ഇൻ സക്കത. അവൾ മൗനമാണ് അവലംബിച്ചതെങ്കിൽ അവളോട് ചോദിക്കണം, ഇപ്പൊ വന്നു കണ്ടുപോയ ചെറുക്കനെ കുറിച്ച് എന്താണ് അതിന്റെ അഭിപ്രായം? അവള് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് ചിലപ്പോ പറഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോ പറഞ്ഞു എന്നും വരാം. അവിടെ റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്ന അവൾ മൗനമാണെങ്കിൽ അവളുടെ സമ്മതമാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ചിലപ്പോൾ നമ്മുടെയൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടി വരും. നമ്മളെ മറ്റുള്ള ആളുകൾ കൊണ്ട്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനമായ ചില സംഗതി സൂചിപ്പിക്കുകയാണ്. എന്താണ് വിവാഹാന്വേഷണത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടത്? ഇസ്ലാം പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോവാണ്. ഈ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുകയാണ്, കുടുംബങ്ങളിൽ ഉണ്ടാകുകയാണ്. പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇത് കുടുംബ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കൊക്കെ അറിയാം, പല കുടുംബങ്ങളിലും ഇത് പ്രശ്നങ്ങളാണ്. എന്തുകൊണ്ടാണത്? അവർ തമ്മിൽ മാനസികമായ ഒരു പൊരുത്തം ഇല്ലാത്തത് കൊണ്ടാണ്. പല കാരണങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അവിടെ നമ്മൾ വിവാഹം അന്വേഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമത് മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ അന്വേഷിക്കുന്ന വരനാണെങ്കിലും വധുവാണെങ്കിലും അവരിൽ മതനിഷ്ഠയുണ്ടോ, സ്വഭാവം നല്ലതാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട ഘടകം. ഇത് പലപ്പോഴും നമ്മൾ നോക്കൂല. അപ്പൊ ഒരു ചെറുപ്പക്കാരനെ നമ്മൾ വിവാഹം അന്വേഷിക്കുമ്പോൾ, നമ്മുടെ മകൾക്ക് വിവാഹം അന്വേഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ നമ്മൾ വിവാഹം അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി അവൾ മതപരമായി എങ്ങനെയുണ്ട്, അവളുടെ സ്വഭാവം എങ്ങനെയുണ്ട്, അവളുടെ സംസ്കാരം എങ്ങനെയുണ്ട്, അവളുടെ ഇടപെടൽ എങ്ങനെയുണ്ട്, അവന്റെ ഇടപെടൽ എങ്ങനെയുണ്ട് എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിക്കണം. വെറുതെ അന്വേഷണം അന്വേഷിച്ചു പോയിട്ട് കാര്യമില്ല. പലപ്പോഴും അത് പരാജയമാവും. കാരണം പിന്നീട് അത് വിവാഹ മോചനത്തിലേക്ക് എത്തുമ്പോൾ അന്വേഷിക്കും, നിങ്ങൾ ശരിക്കും അന്വേഷിച്ചിട്ടില്ലയോ? ചെറുതായിട്ടൊക്കെ അന്വേഷിച്ചു പോരാ, ശരിക്കും അന്വേഷിക്കണം. ഇസ്ലാം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. ഇസ്ലാം പറയുന്നത് മതനിഷ്ഠയുള്ളവളെയാണ് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടത്. ഒന്നാമത്തത് തുങ്കൽ വർണ്ണത്തുല്യാർപ്പയും വളരെ പ്രശസ്തമായ ഹദീസ്. 4 കാര്യങ്ങൾക്കാണ് സാധാരണഗതിയിൽ വിവാഹം നടത്തപ്പെടാറുള്ളത്. അത് ഒന്ന് ലിമാലിയ വലിയസ്ബിയ വലി ജമാലിയ വലി ദീനിയ. സാധാരണ എല്ലാ മതങ്ങളിലും വിവാഹങ്ങളിലൊക്കെ പരിഗണിക്കപ്പെടുന്നത് 4 ഘടകങ്ങളാണ്. ഒന്ന്, അവളുടെ സമ്പത്ത് നോക്കിയിട്ട് കല്യാണം കഴിക്കുന്ന ആളുകളുണ്ടാവും. രണ്ടാമത് വലിയ ഹസ്ബിയ, അവളുടെ തറവാട് നോക്കിയിട്ട്, നല്ല കുടുംബാണോ നല്ല തറവാടാണോ നോക്കും. വലി ജമാലിയ, അവളുടെ സൗന്ദര്യവും നോക്കും. നാലാമത് റസൂൽ പറഞ്ഞു വലി ദീനിഹ, അവളുടെ മതപരമായ ചിട്ടയെ കുറിച്ചും നോക്കും. അതുകൊണ്ട് അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫദ്ഫർ ബിദാത്തി ദീൻ തരിബത്തി യദാൻ. നോക്കൂ നിങ്ങൾ, ഈ 4 ഘടകങ്ങൾ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു കുടുംബം പരിഗണിക്കേണ്ടത് എന്താ? ആ പെൺകുട്ടിയുടെ മതനിഷ്ഠയാണ്, അവളുടെ ആദർശപരമായിട്ടുള്ള നിഷ്ഠയാണ്, ദീനിയായി ചുറ്റുപാടിൽ എങ്ങനെയാണ് അവൾ ജീവിക്കുന്നത് എന്നാണ്. അതിന്റെ പേരിൽ സാമ്പത്തികമായി കുറച്ചുള്ള ഇല്ലാത്തവളാണ് എങ്കിലും മറ്റു ചില ഘടകങ്ങൾ അവൾക്ക് കുറവാണെങ്കിൽ പോലും നിന്റെ കയ്യിൽ മണ്ണിൽ പുരളേണ്ടി വന്നാലും നീ ദീനി ചിട്ടയുള്ള പെൺകുട്ടിയെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, കല്യാണം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികൾ ശ്രദ്ധിക്കുക, ദീനി ചിട്ടയുള്ള മതപരമായ ആദർശബോധമുള്ള പെൺകുട്ടികളെ. അത് പിന്നീട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മതചിട്ടയും ദീനീപരമായിട്ടുള്ള ചുറ്റുപാടുകളിൽ ജീവിച്ച ഒരു കുട്ടിക്ക് തന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം, ഭർത്താവിന്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറണം എന്നത് കൃത്യമായ ബോധം ഉണ്ടാവും. വളരെ ന്യൂജനായി വളർന്നുകൊണ്ടിരിക്കുന്ന ദീനീ നിഷ്ഠയില്ലാത്ത ഒരു പെൺകുട്ടിയാണെങ്കിൽ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു പറയും. അപ്പൊ അതില്ലാതിരിക്കാൻ അവരുടെ ദീനീ ചിട്ട ഇസ്ലാം പ്രാധാന്യത്തോട് കാണും. രണ്ടാമത് നമ്മൾ വിവാഹത്തിൽ അന്വേഷിക്കേണ്ട ഒരു കാര്യം, ചിന്തിക്കേണ്ട ഒരു വിഷയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വിവാഹിതയാകുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു വദൂദും വലൂദുമായിരിക്കണം. വദൂദും വലൂദും എന്ന് പറഞ്ഞാല് സ്നേഹം, ധാരാളമായി സ്നേഹമുള്ളവളും
അതുപോലെ തന്നെ ധാരാളമായി പ്രസംഗിക്കുന്നവരുമായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. തസവ്വജു അൽ വദൂദ് അൽ വലൂദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അത് അവരുടെ കുടുംബ പശ്ചാത്തലം ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരോട് സൂചിപ്പിച്ചതാണ്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് വിധവയെ കല്യാണം കഴിക്കാം, കന്യകയെ വിവാഹം കഴിക്കാം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിവാഹം കഴിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്നത് ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അന്നഹു ഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യസ്മ ബിതസവ്വുജി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിറിന്റെ വിവാഹത്തെ കുറിച്ച് കേട്ടപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅല്ലാ ബിക്റൻ തുലാഇബുഹാ വ തുലാഇബുക. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ല ജാബിറെ, നിനക്കൊരു കന്യകയെ വിവാഹം ചെയ്തു കൂടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കളിതമാശകളിൽ ഏർപ്പെടാമായിരുന്നല്ലോ. ഇതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്, വിവാഹ സമയത്ത് ന്യൂനതകൾ ഉണ്ടെങ്കിൽ പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിലും ആൺകുട്ടിയുടെ ഭാഗത്താണെങ്കിലും തുറന്ന് പറയണം. അത് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ന്യൂനതകളായിരിക്കും. നമുക്കൊക്കെ അറിയാം, പല കേസുകളുമുണ്ട്. വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായും കാണുമ്പോൾ നമ്മൾ കാണുന്ന മുഖവും മുൻകൈയും കാലും ഇങ്ങനെയുള്ള ഭാഗങ്ങളെ സാധാരണത്തിൽ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ തുറന്നിട്ട് കാണൂലല്ലോ. അപ്പൊ ആ സമയത്ത് അവരുടെ ശരീരത്തിന്റെ രഹസ്യ ഭാഗങ്ങളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, ചിലപ്പോ ജന്മനാലുള്ള ചില പാടുകൾ ഉണ്ടാവും, ചിലപ്പോ വലുതായിട്ടുണ്ടാവും. അപ്പൊ അതുണ്ടെങ്കിൽ ഈ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറയണം, ഇവിടെ ശരീരത്തിൽ ഇപ്പൊ എനിക്കറിയാവുന്ന ചില കേസുകളുണ്ട്. ചെറുപ്പകാലത്ത് ചുടുവെള്ളം ചിന്തിട്ട് കാലിന്റെ തുടയുടെ ഭാഗം പൊള്ളി ആകെ വികൃതമായി ഉണങ്ങി റെഡിയായിട്ടുണ്ട്. പക്ഷെ സാധാരണ ഒരു തൊലി പോലെ ആയിരുന്നില്ല ആ പെൺകുട്ടിയുടെ തൊലി. പക്ഷെ വിവാഹ സമയത്ത് അത് പറഞ്ഞില്ല. പക്ഷെ വിവാഹത്തിന് ശേഷമാണ് ഭർത്താവ് ഇത് കാണുന്നത്. ആ വിവാഹം മോചനമാണ് പിന്നീടുണ്ടായത്. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പുരുഷന്റെ ഭാഗത്തുനിന്നെങ്കിലും സ്ത്രീയുടെ ഭാഗത്തുണ്ടെങ്കിലും അത് തുറന്ന് പറയാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല. ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമ്മളോട് ചില ആളുകൾ വിവാഹം അന്വേഷിക്കും. ഇന്ന നാട്ടിലെ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അറിയോ, നമ്മളോടൊക്കെ അന്വേഷിക്കാറുണ്ടോ. അപ്പൊ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? വിവാഹം അന്വേഷിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചോ ഒരു ആൺകുട്ടിയെ കുറിച്ചോ നമ്മളോട് അന്വേഷിച്ചാൽ നമ്മൾ എന്താ പറയേണ്ടത്? അതിപ്പോ നിങ്ങൾ എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ വേറെ ആരോട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് ചിലപ്പോൾ പല ഉത്തരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇസ്ലാമികമായി അതിന്റെ കാഴ്ചപ്പാട് എന്താന്ന് വെച്ചാൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഒരു പുരുഷനെ കുറിച്ച്, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് നമ്മളോട് കല്യാണം അന്വേഷിക്കുകയാണെങ്കിൽ ആ ചെറുക്കനെ കുറിച്ച് നമുക്കറിയാവുന്ന വസ്തുതകൾ നമ്മൾ പറയണം. അത് ഈബത്തല്ല, പരദൂഷണമല്ല. അതിന്റെ പേരിൽ ആരോടും വെറുപ്പുണ്ടായിട്ട് കാര്യമില്ല. കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളു. നമ്മൾ അല്ലെങ്കിൽ എന്താ, നമുക്കറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകളോട് കല്യാണം നടക്കേണ്ടുന്ന സാഹചര്യത്തിൽ ഇന്ന ആളുകളോട് അന്വേഷിച്ചിരുന്നു, പക്ഷെ അയാൾ അത് മറച്ചു വെച്ചു എന്നുള്ളത് വരാൻ പറ്റില്ല. കല്യാണത്തിന്റെ കാര്യമാകുമ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാമെങ്കിൽ കൃത്യമായി പറഞ്ഞോളൂ. ഓ വെള്ളമടിക്കുന്ന ആളാണെങ്കിൽ വെള്ളമടിക്കുന്നവരാണ് കൃത്യമായിട്ട് പറഞ്ഞോളൂ. ഓ കഞ്ചാവ് അടിക്കുന്നവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ, ഊഹത്തിന്റെ പേരിലല്ല, ബോധ്യമുണ്ടെങ്കിൽ അത് കൃത്യമായി നമ്മൾ പറഞ്ഞു. അതൊരു കല്യാണ മുടക്കലായി നമ്മൾ പരിഗണിക്കേണ്ടതില്ല. എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കുക, നമ്മള് സ്വകാര്യമായി ചെയ്യുന്ന, നമ്മുടെ ഗാങ്ങിൽപ്പെട്ടുകൊണ്ട് നമ്മൾ പല സന്ദർഭങ്ങളിലും ടൂറിലും മറ്റു പല യാത്രകളിലും നമ്മൾ ചെയ്യുന്ന എന്തെല്ലാം തോന്നിയാസങ്ങളുണ്ടല്ലോ, ആ തോന്നിയാസങ്ങളൊക്കെ ഇന്ന് കൃത്യമായി സമൂഹത്തിന് അറിയും. പല വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാൾ എന്നതിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇത് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എല്ലാം ഇന്ന് അറിയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ മനസ്സിലാക്കുക, നമ്മുടെ വ്യക്തിത്വം നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ മാന്യമാരമായി ജീവിച്ചിട്ടില്ല എങ്കിൽ പലപ്പോഴും മാന്യമായ കുടുംബത്തിൽ നിന്ന് നമുക്ക് പെണ്ണ് കിട്ടില്ല. ഞാൻ വളരെ തുറന്നു പറയാണ്, കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളി. നമ്മുടെ ചെറുപ്പക്കാർ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. എന്റെ മാതാപിതാക്കൾക്ക് പോലും നമ്മളുടെ ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ മക്കളുടെ സ്വഭാവ ദൂഷ്യങ്ങളും അറിയില്ല. പക്ഷെ അതറിയില്ലെങ്കിലും അറിയുന്ന ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം എന്ന് സൂചിപ്പിക്കുക. മറ്റൊന്ന്, വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന ഒരു സംഗതി, ചില ഉപ്പമാരുണ്ട് തന്റെ കല്യാണം കഴിക്കാനായ പെൺകുട്ടിയെ 2-3 ആളുകൾ നിലനിന്ന്, നിങ്ങൾ കണ്ടോളി, മറ്റോടും കണ്ടോളി,
ഇങ്ങനെ 2-3 ആളുകൾ കൊണ്ടൊക്കെ കാണിപ്പിക്കാം ഒന്നിന്റെ തീരുമാനമാകുന്നതിന് മുമ്പ്. ഇത് ഇസ്ലാം നിരോധിച്ചൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ചെറുക്കം വന്ന് കണ്ടാൽ ആ കണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ ഒന്നുകിൽ അയാൾ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അയാൾ വേണ്ടാന്ന് പറയും. അല്ലാതെ ആ ഒരാളുമായി സംസാരിച്ചു കൊണ്ടിട്ട് തീരുന്നതിന് മുമ്പ് തന്നെ നജ്മെന്ന് കണ്ടോ എന്ന് പറയാൻ പാടില്ല. റസൂൽ ഒരു മനുഷ്യൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം അന്വേഷിച്ചു കൊണ്ടിരിക്കെ വേറൊരു മനുഷ്യൻ ആ പെൺകുട്ടിയെ വിവാഹം അന്വേഷിക്കാൻ പാടില്ല. ഒന്നുകിൽ അയാൾ വിവാഹം കഴിക്കുന്നത് വരെ കാത്തുക, അല്ലെങ്കിൽ അയാൾ വേണ്ട എന്ന് പറയുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാം വളരെ ചുരുക്കി പറയാണ്, കൃത്യമായി പറയാണ്. നമ്മളൊരു വരനെ നമ്മൾ അന്വേഷിക്കും, നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മളൊരു വരനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ദീനും സൽസ്വഭാവം ഉണ്ടോ എന്ന് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. ദീനും സൽസ്വഭാവം ഉണ്ടോ എന്നുള്ളതാണ് കൃത്യമായി നോക്കേണ്ടത്. അത് തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖതബയിലേക്കും മൻ തർദൗന ദീനഹു വഖുൽഖു, നിങ്ങളുടെ മകൾക്ക് ഒരു ദീനും മതനിഷ്ഠയും നല്ല സ്വഭാവമുള്ള ഒരു മനുഷ്യൻ വിവാഹം അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവന് കല്യാണം ചെയ്തു കൊടുക്കണം. ഇസ്ലാം പറഞ്ഞ 2 കാര്യമാണ്. ഒന്നയാൾക്ക് മതപരമായ ചിട്ടയുണ്ടോ, അയാളുടെ സ്വഭാവം നല്ലതാണോ, ആ സ്വഭാവവും നല്ല മതപരമായ ചിട്ടയും ഉണ്ട് എങ്കിൽ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇല്ല എങ്കിൽ ചിലപ്പോൾ മുതൽ കുറവുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടാവും, തറവാടിത്ത കുറവുണ്ടാവും. അതിന്റെ പേരിൽ ദീനി നിഷ്ഠയുള്ള സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകൾക്ക് വിവാഹാന്വേഷണമായി വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ല എങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയില്ലോ, പാൽക്കാരി പെൺകുട്ടിയെ അല്ലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഉമ്മയോട് പറഞ്ഞ മകൾ പറഞ്ഞില്ലേ, ഉമ്മ ഇവിടെ ഉമറില്ലായെങ്കിലും ഉമറിന്റെ പട്ടാളമില്ലായെങ്കിലും ഇവിടെ ഇത് കാണുന്ന ഒരു പടച്ചു തമ്പുരാനുണ്ടല്ലോ എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചെറ്റക്കുടിയിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ വീട് മഹാനായ പ്രവാചകൻ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാത്രിയിൽ അടയാളം വെച്ചായിരുന്നു പോയിരുന്ന. എന്തിനാണ് അടയാളം വെച്ചത് അറിയോ? വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ മകൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാണ്, മകനെ വിളിക്കാണ്, മോനെ നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് പെൺകുട്ടിയുടെ സ്വഭാവം? കൊട്ടാരത്തിൽ ജീവിക്കുന്നവളാണോ? ആർഭാടപരമായി ജീവിക്കുന്നവളാണോ? അല്ല, പടച്ചവനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയാണ് മഹാനായ ആസിം എന്ന് പറയുന്ന തന്റെ മകന് കല്യാണം കഴിച്ചു. ഈ പെൺകുട്ടിയിൽ നിന്നാണ് 2ാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജനനം ഉണ്ടാകുന്നത്. അവരുടെ വല്യമ്മയായിരുന്നു എന്നാണ് ചരിത്രം കൂടി. നല്ലതിൽ നിന്ന് നല്ലതുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നമ്മൾ വിവാഹപ്രായമായിട്ടുണ്ട് എങ്കിൽ ഇത് നോക്കൂ, നിങ്ങൾ വിവാഹം കഴിക്കണം എന്നല്ല അല്ല പറഞ്ഞത്. വിവാഹപ്രായമായ ആളുകൾ കല്യാണം കഴിക്കണം എന്നല്ല അല്ല പറഞ്ഞത്. അല്ല പറഞ്ഞത് എന്താ? രക്ഷിതാക്കളോട് പറയാണ്, സമൂഹത്തോട് പറയാണ്, അവിവാഹിതരായ ആളുകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. ഖുർആന്റെ പ്രയോഗം നോക്കി നിങ്ങൾ, ഇത് നമ്മളൊക്കെ ബാധ്യതയാണ്. ഒരു മനുഷ്യൻ അവിവാഹിതനായി ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ല നമ്മുടെ സമൂഹത്തിലാണെങ്കിലും മഹല്ലിലാണെങ്കിലും അയൽപ്പക്കത്താണെങ്കിലും അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാ. ചിലപ്പോ ആദ്യം തന്നെ വിവാഹം കഴിക്കാത്തവരായിരിക്കാം, നിലവിലുള്ള ഭാര്യ മരിച്ചു പോയതായിരിക്കാം, അവരൊക്കെ വിവാഹിതരാണ്. ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ഞാൻ ഓതി വെച്ച സൂറത്ത് നൂറിലെ 32ാമത്തെ വചനം, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്ക് നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. വിവാഹം കഴിക്കണം എന്നല്ല പറഞ്ഞു. ഇത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. നമ്മൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓൻ ആവശ്യമുണ്ടാകും ഓൻ പറയട്ടെ, ഓക്ക് ആവശ്യമുണ്ടാകും ഓള് പറയട്ടെ. അങ്ങനെയല്ല. ഒരു ബാപ്പയും ഉമ്മയും ശ്രദ്ധിക്കേണ്ടത് വിവാഹപ്രായമായാൽ തങ്ങളുടെ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എന്നാണ് ഖുർആന്റെ പ്രയോഗം. ഖുർആൻ പറഞ്ഞു, നിങ്ങളിൽ നിന്നുള്ള അടിമ സ്ത്രീകളെയും അടിമകളെയും നല്ലവരായിട്ടുള്ള ആളുകളെയും നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. അവർ ദരിദ്രന്മാരാണ് എങ്കിൽ പടച്ച തമ്പുരാനാണ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് അവരെ ഐശ്വര്യവാന്മാരാക്കുന്നത്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. പണമില്ല എന്നതിന്റെ പേരിൽ വിവാഹം തടയപ്പെടാൻ പാടില്ല. അല്ലാഹു വിശാലനാണ്,
അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്ന് ഖുർആൻ നമുക്ക് ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഇനി നോക്കൂ നിങ്ങൾ, വിവാഹം നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം, നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം. ഇപ്പൊ നമ്മൾ നാളെ മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമുക്ക് അതൊരു മോശമാണ്. ഈ നാട്ടിൽ നിന്ന് കല്യാണം കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടു കൂട്ടരും നല്ലവരാണ്. നമ്മളെ എല്ലാ സ്വകാര്യങ്ങളും അറിയുന്നവരായിരിക്കും നാട്ടുകാർ. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പെട്ടു ബദർ യുദ്ധത്തിൽ, രക്തസാക്ഷിയായി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഉപ്പാക്കുണ്ടാവുന്ന ബേജാറുണ്ടാവുമല്ലോ. 20 വയസ്സായിട്ടുള്ളൂ അന്ന് ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്ക്. ഒരു പുതിയാപ്പണ്ണെ കിട്ടാൻ വേണ്ടിയിട്ട് പലരോടും ഉന്നയിച്ചു. അതിലൊരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ മകളെ കല്യാണം കഴിക്കുമോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആലോചിച്ച് പറയാം. പിന്നെ മറുപടി കിട്ടാത്തപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ചെന്നു. നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, എപ്പോഴും കാണുന്ന ആളാണ്, ഒരേ പള്ളിയിൽ കൂടുന്ന ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നീടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിന്റെ അടിയിൽ പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ റുഖിയ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ കല്യാണം നടത്തുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. പറ്റാവുന്ന ആളുകൾ, അതിന് നമ്മളൊക്കെ നല്ലവരാകണം. എന്റെ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കാം, നമ്മൾ നല്ലവരാണെങ്കിൽ അങ്ങോട്ട് കുറെ ദൂരത്തേക്കൊന്നും പോണ്ട. വളരെ ദൂരത്തേക്കുള്ള കല്യാണം തന്നെ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട സംഗതിയല്ല. ഞാൻ ആറാമെന്നുള്ള രൂപത്തിൽ സൂചിപ്പിക്കല്ല. അതുകൊണ്ടൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. ഇനി നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി കല്യാണം ഏകദേശം ഈ അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്നിട്ട് അലി റളിയല്ലാഹു 1-2 പ്രാവശ്യം കേട്ടു. ഈ വിഷയം നബിയോട് പറയണം, പക്ഷെ പറയാനൊരു പേടി, പറയാനൊരു വിഷമം. ഇത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി അലി റളിയല്ലാഹു അൻഹു എന്തോ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സ് വായിച്ചെടുത്തു. ഫാത്തിമ ബീവിയോട് ചോദിച്ചു, നിന്നെ കല്യാണം കഴിക്കാനാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ളത്, എന്താ എന്റെ അഭിപ്രായം? ബാപ്പ എന്ന് എനിക്ക് മകളോട് ചോദിച്ചു. ഫാത്തിമ ബീവി സമ്മതം പറഞ്ഞു. അവർ മൗനമായിരുന്നു. അങ്ങനെയാണ് വിവാഹം.